നമസ്കാരം, ബഷീറാണ് ഒറ്റപ്പാലം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് വാണിയംകുളം പഞ്ചായത്തിലാണ് കേട്ടോ. ഇത് അതിനടുത്ത് തന്നെയുള്ള PK ദാസിൻ്റെ മെഡിക്കൽ കോളേജാണ് കേട്ടോ. അത് ഈ മെയിൻ റോഡിൽ നിന്ന് ഒരു 700 മീറ്റർ ഉള്ളിലോട്ട് കേട്ടോ. നല്ല എല്ലാ വാഹനങ്ങളും വരുന്നൊരു വഴിയാണ്. ഇതാണ്ടില്ലേ, ടാറിങ് റോഡാണ്. നല്ലൊരു വീടും സ്ഥലം നമുക്ക് കൊടുക്കാനുണ്ട്. 13 സെൻറ്റ് സ്ഥലവും ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലുണ്ടാവും. 3 ബെഡ്റൂമാണ്. നല്ല ഒതുക്കുള്ള നല്ല ക്യൂട്ടായിട്ടൊരു വീടാട്ടോ. ഇതിൻ്റെ മുൻവശമൊക്കെ കണ്ടില്ലേ, ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയാണ്. മതിലിൻ്റെ പുറത്തേക്കും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ മതിലിൻ്റെ മുകളിലൊരു ഗാർഡൻ, ഗേറ്റ് ഒക്കെ സെറ്റിങ്സ് നല്ല ഭംഗിയുണ്ട്. വീടും കണ്ടില്ലേ, ഒരു പ്രത്യേക ലുക്കാണ്. ഇനി വീടിൻ്റെ ഉള്ളിൽ വന്നാൽ കണ്ടില്ലേ, ഇതിലില്ലാത്ത മരങ്ങളും ചെടികളും ഇല്ല കേട്ടോ. 3 ബെഡ്റൂമിൽ 1 ബെഡ്റൂം അറ്റാച്ച്ഡ്, 2 കോമൺ ആട്ടോ. എല്ലാവിധ പൂന്തോട്ടം കണ്ടില്ലേ, ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിലെ ബോർവെല്ല് കണ്ടില്ലേ. വീടും പരിസരമൊക്കെ നല്ല വൃത്തിയിലാണ് കേട്ടോ. കൈമതിലൊക്കെ കെട്ടിയിട്ട് തൊടിയൊക്കെ വേറെ ആക്കി നല്ല വൃത്തി. അതിൻ്റെ മുറ്റൊക്കെ കാണാൻ കണ്ടോ, നല്ല രസമാണ്. നമുക്ക് വളപ്പൊന്ന് മൊത്തത്തിൽ കണ്ടിട്ട് വരാം കേട്ടോ. ഇതാണ് വീടിൻ്റെ മുൻഭാഗത്തെ കാഴ്ച. ചെറിയൊരു സിറ്റ് ഔട്ട് നല്ല വൃത്തിയുണ്ട്. അതുപോലെ ടെറസിൻ്റെ മുകളിൽ ഓടൊക്കെ പതിച്ചിട്ട് ചൂടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമൊക്കെ ചെയ്തിട്ടുണ്ട്. മുൻവശത്ത് ഇതാ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് മുകളിലേക്ക് കയറാനുള്ള കോണി. വെള്ള സൗകര്യത്തിന് ബോർവെല്ല് കൂടാതെ നല്ലൊരു കിണറുണ്ട് കേട്ടോ. പറ്റാത്ത കിണറാണിതിൽ. കൂടാതെ തെങ്ങ്, കവുങ്ങ് എല്ലാം ഉണ്ട്. എല്ലാ തെങ്ങിലും കവുങ്ങിലും കുരുമുളക് വള്ളികൾ കയറ്റിയിട്ട് നല്ല കുരുമുളകും ഉണ്ട് കേട്ടോ. അതിൽ ചേമ്പും ചേനയും വാഴയും മുരിങ്ങയും ഇതിലില്ലാത്ത സാധനങ്ങളില്ല, എല്ലാം കൊത്തിക്കളച്ച് വെച്ചിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ പുറത്തൊരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. ആ തെങ്ങിലൊക്കെ കുരുമുളക്. ഇതാണ് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം. ഇവിടെ അലക്കാനുമുള്ള സൗകര്യമുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല, നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. എന്തായാലും 13 സെൻറ്റ് സ്ഥലത്ത് ഓരോ ഇഞ്ചിലും ഓരോ സാധനങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് കിണർ. നല്ല വെട്ടാത്ത കിണറാട്ടത്. ചേമ്പും എല്ലാം ഉണ്ട്. ഈ വീടിൻ്റെ 2 ഭാഗത്തൂടെ റോഡാണ് കേട്ടോ. കണ്ടോ, പൂന്തോട്ടമൊക്കെ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, മുളക് എല്ലാം ഉണ്ട്. ഇത് വേറൊരു ഷീറ്റ് ഇട്ടിട്ട് വേറൊരു ഭാഗം. ഇത് ചെറിയൊരു റൂം പുറത്ത് കണ്ടില്ലേ. എല്ലാവിധ വളപ്പ് നന്നായിട്ട് പരിപാലിച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു സൈഡിലൂടെ ബസ് പോണ കണ്ടില്ലേ, അത് വേറൊരു ഭാഗമാണ്. വീടിൻ്റെ 2 ഭാഗം റോഡാണ് കേട്ടോ. താമസിക്കാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ. ടൗണിൽ നിന്ന് വിട്ടിട്ടുമായി, എന്നാൽ ടൗണിനടുത്തുമാണ്. അങ്ങനൊരു ഏരിയയാണ്. നല്ലൊരു ആംബിയൻസാണ് ഇവിടെ. ഈ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കേട്ടോ. ഇനി നമ്മൾ വീടിൻ്റെ കാഴ്ചയിലേക്ക് പോവാം. അത് പുറത്തുള്ള സിറ്റ് ഔട്ട്, അത് കടന്നു കഴിഞ്ഞാൽ മെയിൻ ഡോറ് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാള്. ആ ഹാളിൻ്റെ തന്നെ ഇടത് ഭാഗത്ത് 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. ഹാളിൽ ഷോക്കേസും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കയറി ഇതാ ഇടത് ഭാഗത്ത് ആദ്യത്തെ ബെഡ്റൂം. കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് അല്ല കേട്ടോ. അത് സാധാ ബെഡ്റൂമാണ്. അത് കഴിഞ്ഞാൽ അത് അതിൻ്റെ തൊട്ട് തന്നെ ഒരു റൂമും കൂടെ ഉണ്ട്. അതിപ്പോൾ അവർ അത്യാവശ്യം യൂസ് ചെയ്യാതെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ വാണിയംകുളം ഭാഗത്ത് നിന്ന് ഒറ്റപ്പാലം ടൗണിലേക്ക് വളരെ എളുപ്പമാണ്. ചെർപ്പളശ്ശേരിക്ക് എളുപ്പമാണ്. കുളപ്പുള്ളി ടൗണിലേക്ക് എളുപ്പമാണ്. ഇത് ഹാൾ തന്നെയാണ്. ഹാളിൻ്റെ ഒരു സൈഡ് ഒരു ആർച്ച്. ആ ആർച്ച് കടന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയ ആയി. ഡൈനിങ് ഏരിയ കണ്ടില്ലേ, അത്യാവശ്യം കുഴപ്പമില്ല. കുറച്ച് ആൾക്കാർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഏരിയയാണ്. അവിടെ ഷോക്കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഡൈനിങ് ഏരിയയുടെ ഒരു സൈഡിൽ ആണ് വേറൊരു ബെഡ്റൂം ഉള്ളത് കേട്ടോ. അവിടെ വാഷ് ബേസിന് അവിടെ ഉണ്ട്, കണ്ണാടിയൊക്കെ. അതിൻ്റെ തൊട്ടാണ് 3ാമത്തെ ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഈ ബെഡ്റൂം ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട്. അറ്റാച്ച്ഡ് ആണ്.
ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് അറിവില്ല കേട്ടോ. എങ്കിലും ഒരു 3 ബെഡ്റൂം സിറ്റ് ഔട്ടും ഒക്കെ ഉള്ളതല്ലേ, അടുക്കളയൊക്കെ ഉള്ളതല്ലേ, ഒരു 1000-ൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് കരുതുന്നു. 13 സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടി ഇതിൻ്റെ ഓണർ വില പറയുന്നത് 32 ലക്ഷം കേട്ടോ. എങ്കിലും നെഗോഷ്യബിളാണ്, നമുക്ക് കുറച്ച് കിട്ടും. ഇത് കിച്ചണും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ ഉണ്ട്. ഷെൽഫ് വർക്കും കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞ തന്നെ കേട്ടോ. ഇനി റെഡി ക്യാഷ് കൊണ്ട് വരികയാണെങ്കിൽ 30-ൻ്റെ താഴെയും ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് കിച്ചണിൽ നിന്ന് പുറത്തൊരു ചെറിയൊരു വർക്ക് ഏരിയ, അങ്ങനെ വാഷ് ചെയ്യുക പാത്രങ്ങളൊക്കെ കഴുകാനുള്ള ഒരു ചെറിയ ഏരിയ ഒക്കെ ഉണ്ട്. ഇത് വന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു വീടും പരിസരമാണിത്. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. എല്ലാവർക്കും നന്ദി.